ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ചൂണ്ടി ജംഗ്ഷനിൽ നിന്നും 8 ഏക്കർ പള്ളിക്കും വളരെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,250 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും 8 ഏക്കർ ചർച്ചിലേക്ക് 700 മീറ്ററും കൂടാതെ ചൂണ്ടി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. ടെക്സ്റ്റർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് വീടിൻ്റെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് ഈ വീട്ടിലേക്കുള്ളത്. നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ മുഴുവനായി തന്നെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം. കടപ്പാക്കലുകൾ വിരിച്ചാണ് വീടിൻ്റെ മുറ്റം ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് കൂടി ഇവിടെ പെൻഡിംഗ് ഉണ്ട്. 2-3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ വർക്കിൽ ഇരുപാളികളായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിലാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന ഭംഗിയുള്ളൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വുഡൻ ഫിനിഷൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ സീലിംഗും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാരെ തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്ത് സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു കൗണ്ടർ ടോപ്പും അതിനോട് ചേർന്ന് ഒരു ക്രോക്കറി യൂണിറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുക്കളയ്ക്ക് പുറമെയായി ഇവിടെ മുഴുവനായി തന്നെ ഷീറ്റിട്ട് കവർ ചെയ്ത ഒരു വർക്ക് ഏരിയയും ബിൽഡർ ഇവിടെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ളൊരു പോയിന്റും നമുക്ക് വീടിൻ്റെ വർക്ക് ഏരിയയിൽ കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിന് നടുവിലായി ബേ വിൻഡോയൊക്കെ നൽകി ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. ലൂവർ പാനൽസൊക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ ബേ വിൻഡോയൊക്കെ നൽകി തന്നെയാണ് ഈ ബെഡ്റൂമിലും വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെയും ഒരു കോർണറിലായി നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കാണാം. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയർവേ കോൺക്രീറ്റ് ചെയ്ത് വുഡൻ സ്റ്റെപ്പിൻ്റെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലും ചെയ്തിരിക്കുന്നത്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു സീലിംഗ് വർക്കും നമുക്ക് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ കാണാം. നമുക്കിനി വീട്ടിലെ സ്റ്റഡി റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. സ്റ്റഡി ഏരിയയോ യൂട്ടിലിറ്റി ഏരിയയോ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമർക്ക് ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും വാർത്തുകൊണ്ട് തന്നെയാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. കൂടാതെ 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ബേ വിൻഡോയും നൽകി തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്.
ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ടേബിളൊക്കെ നൽകി തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂം പോലെ തന്നെ സെയിം ഡിസൈനിലും സെയിം ഫിനിഷിങ്ങിലും തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളടക്കം എല്ലാ ബെഡ്റൂമും ഒരേ രീതിയിൽ തന്നെയാണ് ബിൽഡർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇവിടെയും ഒരു TV യൂണിറ്റൊക്കെ നൽകി തന്നെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 10 അടി നീളത്തിലുള്ള ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സിറ്റൗട്ടിൽ വരുന്ന പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോണൊക്കെ നൽകിയിട്ടുണ്ട്. GA ട്യൂബ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലിംഗ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4,250 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.